Kirtana, good morning. Good morning, sir. Niyata Satyachandran. ഹലോ സാർ. ഞാൻ പറഞ്ഞ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ, എഴുതുന്നുണ്ടോ? ഉണ്ടല്ലോ. കണ്ടാ മതി വരുമ്പോ. അതെ. നിഹാനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, മൈക്ക് ശരിയില്ല. ഉണ്ട്. എന്ത് റെസ്പോൺസില്ലാത്ത? ഞാൻ കേട്ടിട്ടില്ല നേരത്തെ വിളിച്ചപ്പോ. ഓക്കെ, 19 ആളേ ഉള്ളൂ ക്ലാസ്സിൽ. ബാക്കിയുള്ളവരോടൊക്കെ അനുലാൽ. റെമഡിയൽ ആക്ഷനൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതാരാണ് ഈ ഫാത്തിമ മുന്ന? ആരെ അക്കൗണ്ടാണ് അത്? സർ, ഞാൻ ഫാത്തിമ സൂപ്പി. ഓക്കെ. സ്വരാഗ് പ്രസന്റ്. അറ്റൻസ് എടുത്ത വെറുതെ വിളിച്ചാണ്. ഇതാരായിരുന്നു? വിദ്യ ടി വി ആരായിരുന്നു? ഞാൻ പറഞ്ഞു വിദ്യ ടി വി. നന്ദന. ഓ, നന്ദന ടി വി. ഓക്കെ. യാദിഷ. ഓക്കെ. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആയിരുന്നു. അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ ലോസ് ഒബേ ചെയ്യുന്ന എല്ലാ പാർട്ടികളും ഒബേ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ആയിരുന്നു എന്ത്? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മെയിൻലി ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡീൽ ചെയ്തത് മെഷർമെന്റിനെ കുറിച്ചായിരുന്നു. അതായത് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മെഷർ ചെയ്യുമ്പം അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ആയിരുന്നു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്. അതായത് എന്താ, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല വിത്ത് പ്രിസൈസ്ലി അല്ലെങ്കിൽ അക്യുറേറ്റ്ലി. നമുക്കിത് രണ്ടും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനർജി, ഒരു ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റത്തിൻ്റെ എനർജി ലെവൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇന്നലെ പഠിച്ചു. നിങ്ങൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ആൻഡ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും പഠിച്ചു. എന്തായിരുന്നു? നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് ആൻഡ് കൂടാതെ സെക്കൻഡ് വൺ വാസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ന്യൂക്ലിയസ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇല്ലാത്തത്? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഷബീബ് ടി. ഒന്നുമില്ല, അവിടെ ഉണ്ടോ നോക്കിയത്. ഓക്കെ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേവ് ഫംഗ്ഷൻ. സോ എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ കാണുന്നുണ്ടാവും. വേവ് ഫംഗ്ഷൻ ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് അണ്ടർഗോസ് പീരിയോഡിക് ചേഞ്ചസ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ, അതായത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ഹൈസ്കൂൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം വി റെപ്രസെന്റ് എ പാർട്ടിക്കിൾ. ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒബ്ജക്റ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? We represent using displacement. That means if we know displacement x at time t, position at time t അറിയാമെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ 3t² + 4t ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് സമയം മാറുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. സോ ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സോ എക്സ് ഓഫ് ടി ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, dx/dt. ശരിയല്ലേ? അതിനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി എങ്ങനെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ആക്സലറേഷൻ യൂസിങ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേറ്റിംഗ്. ദാറ്റ് മീൻസ് d²x/dt². എങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കാം? F = ma. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന സിംഗിൾ ഫംഗ്ഷൻ അറിയാമെങ്കിൽ
അതായത് ഈ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ്, അതായത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം ഓരോ ടൈം ടിയിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ, കൂടാതെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ, സിമിലർലി ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ വാല്യൂഡ് ഫംഗ്ഷൻ. എന്താണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. കോംപ്ലക്സ് ഫംഗ്ഷൻ ഈസ് സം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് ഐ സം ടി ഓഫ് എക്സ്. അതായത് നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, എ പ്ലസ് ഐ ബി, അതായത് 1+3i. ഐ എന്ന് പറയുന്നത് എന്താ, ഇമാജിനറി നമ്പർ ഐ, റൂട്ട് ഓഫ് -1. അതൊക്കെ അറിയാമായിരിക്കും, അറിയണം. നിങ്ങൾ +2 കോംപ്ലക്സ് മാത്സ് പഠിക്കുന്നതാണ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന നേരമാണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. റിയ ഫാത്തിമ, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സോ wave function is a complex mathematical function which undergoes periodic changes in with the movement of particle. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അതായത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വേവ് ഫംഗ്ഷനിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇഫ് ഐ റെപ്രസെൻറ്റ്, സാധാരണഗതിയിൽ വേവ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ സൈ ആണ്, സൈ ഓഫ് എക്സ് ടി. അതായത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം ഈ പറയുന്ന വേവ് ഫംഗ്ഷൻ സൈക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. സോ സൈ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി, പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഒരു ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ. അതായത് ഐഡൻറ്റിറ്റി കാർഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും, ശരിയല്ലേ? അതുപോലെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിന്, അതൊരു ഇലക്ട്രോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഉദാഹരണത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനിൽ നിന്ന് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന് മറ്റ് പല പ്രോപ്പർട്ടീസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ സിമിലർലി വേവ് ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇൻ വിച്ച് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി പാർട്ടിക്കിൾ. നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഉദാഹരണത്തിന് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, പൊസിഷനാണ്. പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷൻ ഒരു ഫിസിക്കൽ മീനിങ് ഇല്ലേ? പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്ന സ്ഥലം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ദൂരം. സോ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷനെ സംബന്ധിച്ചോളം ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൽ അതിനർത്ഥമുണ്ട്, ഇറ്റ് ഹാസ് എ ഫിസിക്കൽ മീനിങ്. ബട്ട് വേവ് ഫംഗ്ഷൻ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. വേവ് ഫംഗ്ഷൻ അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മുടെ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പാർട്ടിക്കിളിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നു, പക്ഷെ അതിനൊരു ഫിസിക്കൽ മീനിങ് ഇല്ല. ദാറ്റ് മീൻസ്, അതായത് അതിനൊരു ഫിസിക്കൽ മീനിങ് ഇല്ല. അത് ഉദാഹരണത്തിന് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെന്റോ മൊമെന്റമോ ആക്സിലറേഷനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ റെപ്രസെന്റിങ് പാർട്ടിക്കിളെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷനിൽ നിന്ന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പാർട്ടിക്കിളിന്റെ മൊമെന്റം കാണാം, എനർജി കാണാം, ആക്സിലറേഷൻ കാണാം, അങ്ങനെ പല കാര്യങ്ങളും വേവ് ഫംഗ്ഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വേവ് ഫംഗ്ഷൻ അതിന് അതിൻ്റെതായ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊസിഷനോ മൊമെന്റമോ എനർജിയോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ റെപ്രസെന്റിങ് ഒരു പാർട്ടിക്കിൾ. ഓക്കെ, ഓൾസോ ഇപ്പോൾ ഉദാഹരണത്തിന് വേവ് ഫംഗ്ഷന് സ്വയമായിട്ട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല, ഫിസിക്കൽ മീനിങ് ഇല്ല. പക്ഷേ യൂസിങ് വേവ് ഫംഗ്ഷൻ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി അറിയാമെങ്കിൽ യൂസിങ് ദാറ്റ് നമുക്ക് ആ പാർട്ടിക്കിളിന്റെ പല പ്രോപ്പർട്ടീസും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് സൈ സ്ക്വയർ, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഓർ സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. സൈ സ്റ്റാർ, വാട്ട് ഈസ് സൈ സ്റ്റാർ? സൈ സ്റ്റാർ ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഉദാഹരണത്തിന് ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ എഴുതുകയാണ്. സം കോംപ്ലക്സ് നമ്പർ y ഈസ് ഈക്വൽ ടു a പ്ലസ് ഐ ബി. സോ വാട്ട് ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദിസ് നമ്പർ? ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താണ്? ആരാ പറയാ? നന്ദന ടി വി പറഞ്ഞു. എ പ്ലസ് ഐ ബിയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കേട്ടില്ല.
ഇല്ല. ഓക്കെ, വേറെ ആരാ? റിയ സാഹി. എന്താ പറഞ്ഞേ? അറിയില്ല. ഓക്കെ. സോ അതിനോട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് നിന്ന് y = a+ib ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് y സ്റ്റാർ എന്ന് പറയുന്നത് a-ib ആയിരിക്കും. സോ ഇതിനോട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, അതുകൊണ്ട് ഇത് നോക്കണ്ട. പക്ഷെ എന്താണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കും. സോ സൈ സ്റ്റാർ എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. സോ സൈ സ്റ്റാർ dx dy dz or modulus of psi square, it is proportional to probability of finding particle in small volume dx dy dz. Psi star എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? psi star dx dy by dz എന്ന് പറയുന്നത് it is the probability, it represents the probability of finding particle in small volume dx dy dz. നമ്മൾ പറയുന്ന ഇലക്ട്രോൺ, ഉദാഹരണത്തിന് ഇലക്ട്രോണിനെയാണ് സൈ എന്ന വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ dx dy dz എന്ന് പറയുന്ന ഈ ചെറിയ വോളിയത്തിനുള്ളിൽ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത, the probability of finding this particle in this small volume dx dy dz can be found out using psi star dx dy dz അല്ലെങ്കിൽ modulus of psi square. സോ അതിൻ്റെ അർത്ഥം എന്താ? സൈ എന്ന ഫംഗ്ഷന് അതിൻ്റെതായ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. പക്ഷെ സൈ ഉപയോഗിച്ച് മറ്റ് സൈക്ക് മറ്റു പല മാറ്റങ്ങൾ വരുത്തുമ്പോൾ ബൈ ടേക്കിംഗ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആൻഡ് മൾട്ടിപ്ലൈങ് വിത്ത് ദ സെയിം ഫംഗ്ഷൻ അല്ലെങ്കിൽ ടേക്കിംഗ് മോഡുലസ് സ്ക്വയർ, സൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ഗിവ് ദ പ്രോബബിലിറ്റി, ചെറിയൊരു വോളിയത്തിൽ നമ്മുടെ പാർട്ടിക്കിൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തരും. ഓക്കെ, സോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല, പക്ഷെ സൈ എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആണ്. സൈയിൽ നിന്ന് നമുക്ക് എന്താണ് ഒരുപാട് നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇൻ ഓർഡർ ടു ബി എ വാലിഡ് വേവ് ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിളിനെ നമ്മൾ പറഞ്ഞു സൈ ഓഫ് എക്സ് ടി അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, mathematical function representing a particle, and it has some requirements or there is some condition in order to satisfy a valid wave function. Okay, and first condition, അതായത് psi of xt എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ പാലിക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്, റിക്വയർമെന്റ്സ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ദിസ് ഫംഗ്ഷൻ psi of xt must be continuous and single valued everywhere. ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു എക്സിന്റെയും ടിയുടെയും ഏതൊരു പോയിന്റിലും സൈക്കൊരു വാല്യൂ ഉണ്ടാവണം. ശരിയല്ലേ? ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. അതായത് എക്സ് വൈ സെഡ് ടി, ഇപ്പൊ സൈ ഓഫ് എക്സ് വൈ സെഡ് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് സെഡ് ടി ആണെങ്കിൽ എക്സും വൈ സെഡ് ടി ഇതിന്റെ എല്ലാ വാല്യൂസിലും അല്ലെങ്കിൽ എല്ലാ പൊസിഷനിലും എല്ലാ ടൈമിലും സൈ എന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷന് ദർ ഷുഡ് ബി എ വാല്യൂ ഫോർ സൈ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൈ എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ സം എക്സ് ഓഫ് എക്സ് ടി, അത് കണ്ടിന്യൂസ് അല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റിന് വാല്യൂ ഇല്ല. ഇസ് ദാറ്റ് റൈറ്റ്? ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന് വാല്യൂ ഇല്ലാതാവോ? നോ, നെവർ. ഏത് പോയിന്റിലാണെങ്കിലും ഡിസ്പ്ലേസ്മെന്റിന് വാല്യൂ ഉണ്ട്. സിമിലർലി സൈ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഷുഡ് ഹാവ് സം വാല്യൂ ഇൻ എവരിവെയർ. അതുകൊണ്ടാണ് പറയുന്നത് സൈ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എവരിവെയർ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. സൈ എന്ന ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവണം, കൂടാതെ അത് സിംഗിൾ വാല്യൂഡും ആയിരിക്കണം. ഉദാഹരണത്തിന് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് തന്നെ തിരിച്ചു പോകാം. ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഓഫ് ടി റെപ്രസെന്റ് ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ പറഞ്ഞല്ലോ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് മൾട്ടി വാല്യൂഡ് ആയുള്ള കുഴപ്പം എന്താ? അതായത് ഒരു പോയിന്റിൽ അറ്റ് സം ടൈം ടി ഡിസ്പ്ലേസ്മെന്റിന് രണ്ട് വാല്യൂ ഉണ്ട്, സേ സം 2 മീറ്റർ ആൻഡ് 5 മീറ്റർ. എന്താണ് കുഴപ്പം? ഇറ്റ് ഹാസ് നോ മീനിങ്. ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു വാല്യൂ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റിന് ഒരു പൊസിഷൻ ഉണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. മൾട്ടി വാല്യൂഡ് ആയി കഴിഞ്ഞാൽ നൗ ദ ഫിസിക്കൽ മീനിങ് ദാറ്റ് മീൻസ് that gets meaningless. അതിന് മീനിങ് ഇല്ല രണ്ട് വാല്യൂ ഉണ്ടായി കഴിഞ്ഞാൽ. Similarly, our wave function should also be single valued. So the first requirement of wave function is the mathematical function
which is claiming that is wave function. Wave function ആണെന്ന് ക്ലെയിം ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്തുണ്ടാവണം? It should be continuous and single valued everywhere. And also dou psi by dou x, dou psi by dou y, and dou psi by dou z. That means first order partial differentials should be, or it must also be continuous and single valued everywhere. Psi എന്ന് പറയുന്ന സിംഗിൾ വാല്യൂഡും കണ്ടിന്യൂസ് ആയിരിക്കണം. സിമിലർലി ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ വൈ ആൻഡ് ഡോ സൈ ബൈ ഡോ സെഡ് ഷുഡ് ഓൾസോ ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എവരിവെയർ. വാട്ട് ഈസ് ദ റീസൺ? അതിന് കാരണം നമ്മൾ പഠിക്കും. കാരണം ഫോർ എക്സാമ്പിൾ മൊമെന്റം ഓപ്പറേറ്റർ പി ഓവർ സൈ, ഉദാഹരണത്തിന് നമ്മൾ പി ഒരു വേവ് ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം കാണണം, എന്ത് ചെയ്യാം? മൊമെന്റം ഓപ്പറേറ്റർ ആ വേവ് ഫംഗ്ഷൻ മുകളിൽ ആക്ട് ചെയ്യാം. പി ഓവർ സൈ ഈസ് റെപ്രസെന്റഡ് ആസ് ഐ മൈനസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ എക്സ്. എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റമാണ് നമ്മൾ കാണുന്നത്. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തു പോകുന്നു, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ആ ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം, സൈ ഓഫ് എക്സ് ടി നമുക്കറിയാമെങ്കിൽ അതിന്റെ മൊമെന്റം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്നുമില്ല, പി ഓഫ് സൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ എക്സ് ആണ്. അതായത് ഈ ഓപ്പറേഷൻ ചെയ്താൽ മതി. അതായത് ഐ എച്ച് കട്ട് കൊണ്ട് മൈനസ് ഐ എച്ച് കട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടേക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഐ എച്ച് കട്ട്, എന്നിട്ട് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷന് എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. then we will get momentum. Yeah, we will get momentum as the eigen value. മൊമെന്റത്തിന് eigen value ആയിട്ട് കിട്ടും. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട eigen value eigen ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാം, മൊമെന്റം കിട്ടണമെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ. സോ ഇറ്റ് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ്. സോ എന്തുകൊണ്ടാണ് ഇത് സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? മൊമെന്റം എന്ന് പറയുന്നത്, ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ഒരു മൊമെന്റം അല്ലേ ഉണ്ടാവുള്ളൂ. ദർ വിൽ ബി ഓൺലി വൺ വാല്യൂ ഫോർ മൊമെന്റം. രണ്ട് മൾട്ടി വാല്യൂഡ് ആണ്. ഫംഗ്ഷൻ മൾട്ടി വാല്യൂഡ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു പോയിന്റിൽ രണ്ട് മൊമെന്റം വരും. ഇറ്റ് ഈസ് മീനിങ്ലെസ് ആൻഡ് ഷുഡ് ബി കണ്ടിന്യൂസ്. മൊമെന്റം ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ദർ ഷുഡ് ബി എ വാല്യൂ. ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് ടി ഇന്ന പൊസിഷനിൽ ഇന്ന ടൈമിൽ നമ്മളെ മൊമെന്റത്തിന് അല്ലെങ്കിൽ എനർജിക്കൊക്കെ ഒരു വാല്യൂ വേണം. സോ our dou psi by dou x, dou psi by dou y and dou psi by dou z should be continuous and single valued everywhere. And psi can be normalized. Our wave function or a mathematical function representing a wave function can be normalized. What do you mean by normalization? That normalization condition is given here. എന്താണ്? psi should be, അതായത് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi ഓഫ് എക്സ് ടി അല്ലെങ്കിൽ 3 dimensional ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ psi ഓഫ് എക്സ് വൈ സെഡ് ടി, ഇറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. ഈ psi എന്ന ഫംഗ്ഷനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. വാട്ട് ഈസ് നോർമലൈസേഷൻ കണ്ടീഷൻ? ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസേഷൻ കണ്ടീഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി psi സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. സോ ഇത് മനസ്സിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോവാം. വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞു psi സ്റ്റാർ ഡി എക്സ് ഡി വൈ ബൈ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ സ്മോൾ വോളിയം ഡി എക്സ് ഡി വൈ ഡി സെഡ്. അതായത് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന ചെറിയൊരു വോളിയത്തിൽ, ദിസ് ഈസ് ഡി സെഡ്, ദിസ് ഈസ് ഡി വൈ ആൻഡ് ദിസ് ഈസ് ഡി എക്സ്. ഈ ചെറിയൊരു വോളിയത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയാണ് psi സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ്. നൗ ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തെങ്കിൽ, ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനിലേക്ക് തിരിച്ചു പോവാം. ദാറ്റ് ഈസ് psi സ്റ്റാർ ഡി എക്സ് ഡി വൈ ബൈ ഡി സെഡ് ബട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ചെറിയൊരു വോളിയം അല്ല, ചെറിയൊരു ബോക്സ് വോളിയത്തെ കുറിച്ചല്ല പറയുന്നത്. ദിസ് ഈസ് ഡി സെഡ് ഡി വൈ ഡി എക്സിനെ കുറിച്ചല്ല പറയുന്നത്. നൗ ദിസ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതായത് എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എക്സ് എന്താ? ഈ ചെറിയ വോളിയത്തിന്റെ നീളം. നൗ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. വൈ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഓർ സെഡ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നൗ ദിസ് റെപ്രസെന്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ എൻറ്റയർ വോളിയം. ഇപ്പം ഈ ഒരു കണ്ടീഷൻ ഇപ്പം എന്താ കാണിക്കുന്നത്? ചെറിയൊരു വോളിയത്തിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദി സ്മോൾ വോളിയം. നൗ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ദി പ്രോബബിലിറ്റീസ്, then what is the probability of finding the particle in entire volume? അപ്പം അങ്ങനെയാണെങ്കിൽ എൻറ്റയർ വോളിയത്തിൽ, വോളിയത്തിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത എന്താ?
It is 100% sure that we will find our particle. അതായത് മുഴുവൻ വോളിയത്തിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മുഴുവൻ വോളിയമാണ്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ വോളിയം ഓഫ് ദിസ് യൂണിവേഴ്സ് എന്നൊക്കെ പറയാം. സോ എവിടെയെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ എൻറ്റയർ വോളിയത്തിൽ. സോ എവിടെയെങ്കിലും പാർട്ടിക്കിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഷുവർ ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? വി ആർ 100% ഷുവർ. So what is the maximum value of probability? Probability വരാവുന്ന maximum value എന്താ? 1. So this is the condition. So this is the meaning of condition. Probability of finding particle in entire volume or whole volume is given as minus infinity to plus infinity psi star dx dy by dz is equal to 1. And this condition, which is satisfied by a wave function, is called normalization condition. So ഒരു പാർട്ടിക്കിളിനെ, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ഓർ ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ വാലിഡ് വേവ് ഫംഗ്ഷൻ. എങ്കിൽ മാത്രമേ അതിനൊരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് 3 പോയിന്റുകളാണ് പഠിച്ചത്. വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് ഓഫ് എ വേവ് ഫംഗ്ഷൻ? First one is wave function should be continuous as single valued everywhere. Second one is first order differential. Dou psi by dou x, dou psi by dou y, and dou psi by dou z must also be continuous and single valued everywhere. And third one is psi can be normalized. Psi എന്ന mathematical function normalized ആയിരിക്കണം. And what is normalization condition? It is given as minus infinity to plus infinity psi star dx dy dz is equal to 1. And it has a physical meaning. A physical meaning നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പാർട്ടിക്കിളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സൈ ഓഫ് എക്സ് ടി. അതിൻ്റെതായിട്ടൊരു ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല. പക്ഷെ ആ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് പലതും നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. സോ വേവ് ഫംഗ്ഷൻ it is a mathematical function which contain all the information. നമ്മുടെ പാർട്ടിക്കിളിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ. സോ എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലായിരുന്നെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മതിയായിരുന്നു, ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും അതിൽ നിന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വേവ് ഫംഗ്ഷൻ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ കേസിൽ വേവ് ഫംഗ്ഷൻ വന്നത്? കാരണം ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ് എന്താ പറഞ്ഞത്? എല്ലാ പാർട്ടിക്കിളും വേവ് ആണ്. സോ ഒരു വേവിനൊരു സിംഗിൾ പൊസിഷൻ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റൂ? ഇല്ല. വേവിന് ഒരു സിംഗിൾ പൊസിഷൻ ഇല്ല. വേവിന് മൊമെന്റം അസൈൻ ചെയ്ത് കൊടുക്കാം, എനർജി കൊടുക്കാം, ഓൾ അതർ പ്രോപ്പർട്ടീസ് കൊടുക്കാം. പക്ഷെ വേവ് ഒരു സിംഗിൾ പൊസിഷനിലാണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഒരു വേവ് എടുത്തു, ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ടു എക്സ് ഡയറക്ഷൻ. സോ ഡി ബ്രോഗ്ലി എന്താ പറഞ്ഞത്? ഡി ബ്രോഗ്ലി സെഡ് ദാറ്റ് എ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പാർട്ടിക്കിൾ. അല്ലെങ്കിൽ എന്താ, ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു വേവ് തന്നെയാണ്, ചെറിയൊരു വേവ് തന്നെയാണ്, ഒരു സിംഗിൾ വേവ് ലെറ്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം. സോ നമുക്കൊരു സിംഗിൾ ഒരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വി കനോട്ട് അസൈൻ എ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ. സോ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദിസ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, പാർട്ടിക്കിളും അല്ല വേവും അല്ല, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സിംഗിൾ വേവ്ലെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോസ് ഒക്കെ യൂസ് ചെയ്ത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒക്കെ യൂസ് ചെയ്ത് ഫോഴ്സ് കാണാൻ പറ്റും ആ പാർട്ടിക്കിളിന് at time t at position x. What is the force experienced by that particle? So Newton's second law is the backbone of classical mechanics. അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് എന്ത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റും. കാരണം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ആ ടൈം ടി ഈ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും, അതിന്റെ മൊമെന്റം എന്തായിരിക്കും, അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, അതിന്റെ എനർജി എന്തായിരിക്കും, എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ന്യൂട്ടൺസ് ലോ. പക്ഷേ Newton's law can be used in quantum mechanics. That means Newton's law can be used in quantum mechanics in order to predict all behavior of quantum particle. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ ബിഹേവിയറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിക്കാൻ പറ്റില്ല.
പ്രൈമറി റീസൺ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ പറഞ്ഞു ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ഒരു ഇലക്ട്രോൺ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ, വി ക്യാൻ അസൈൻ എ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ്, ഒരു സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ആൻഡ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡീൽസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. ന്യൂട്ടൺ സെക്കൻഡ് ലോയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇറ്റ് സേസ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സോ വി നീഡ് അനദർ ഫണ്ടമെന്റൽ ഇക്വേഷൻ വിച്ച് ഗവേൺസ് ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ക്വാണ്ടം വേവ്സ്, ഒരു വേവ്ലെറ്റിൻ്റെ കേസിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ പല പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ആവശ്യമായി വന്നു. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. അങ്ങനെയുള്ള ഇക്വേഷൻ്റെ പേരാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ നിങ്ങളെ തേർഡ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ ടെക്സ്റ്റിലെ 127 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കുമ്പം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുമ്പിൽ വെക്കുക. സോ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാനും ഇനി നോട്ട് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുക്കാനും പറ്റും. ദറ്റ് ഈസ് ടെക്സ്റ്റിലെ 127th പേജിലാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ പറയുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ പേജ് നമ്പർ 126 ഫിസിക്കൽ കൺസെപ്റ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ, പേജ് നമ്പർ 126 ഫിസിക്കൽ കൺസെപ്റ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ. ഇനി നിങ്ങളുടെ ഒരു പ്രിന്റഡ് നോട്ട് അല്ലെ PDF ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഫിസിക്കൽ കൺസെപ്റ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ ആ പാർട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഞാനൊരു 5 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫിസിക്കൽ കൺസെപ്റ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് ദ റിക്വയർമെന്റ്സ് ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ 3 പോയിന്റ്, ഞാനിപ്പോൾ പറഞ്ഞ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വായിച്ചു നോക്കുക. സോ കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിലൊക്കെ ചോദിച്ചിരുന്നു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ ആൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് വേവ് ഫംഗ്ഷൻ, നോർമലൈസേഷൻ കണ്ടീഷൻ, ഇതൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പറഞ്ഞു തന്നത് എന്താണ് വേവ് ഫംഗ്ഷൻ ഒക്കെ. ഷഹബാസ് ഉണ്ടോ ക്ലാസ്സിലെ? ഷഹബാസ് വായിക്കുന്നുണ്ടോ ഷഹബാസ്? എന്താണ് ക്ലിയർ ആയില്ല, കേൾക്കുന്നില്ല.
സോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ദാറ്റ് മീൻസ് വി ഓൾറെഡി സെഡ് ദാറ്റ് the backbone of classical mechanics, or all the properties, characteristics of a classical particle can be determined using Newton's laws of motion. പ്രധാനമായിട്ടും ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്രഡിക്റ്റ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ക്ലാസിക്കൽ പാർട്ടിക്കിൾ. ഒരു ക്ലാസിക്കലായിട്ട് റിയൽ ലൈഫിൽ കാണുന്ന പാർട്ടിക്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് വി നീഡ് such an equation, or the equation which represent the variation of psi. ന്യൂട്ടൺ സെക്കൻഡ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വേരി ചെയ്യുന്നു, വെലോസിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു, അതായിരുന്നു ഡീൽ ചെയ്ത്. സിമിലർലി വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം പാർട്ടിക്കിളിനാണ് ഡീൽ ചെയ്യുന്നത്, ഓർ ഇറ്റ് റെപ്രസെന്റ് അവർ പാർട്ടിക്കിൾ, ക്വാണ്ടം പാർട്ടിക്കിൾ. സോ വി നീഡ് ആൻ ഇക്വേഷൻ വിച്ച് deals with, or which says how our wave function vary with time and position. We need an equation, fundamental equation, which says how our wave function vary with time and position. നമ്മുടെ വേവ് ഫംഗ്ഷൻ, പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എങ്ങനെ പൊസിഷൻ മാറുമ്പോൾ, ടൈം മാറുമ്പോൾ വേരി ചെയ്യുന്നു, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ നമുക്ക് ആവശ്യമായി വന്നു. ആൻഡ് ദാറ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ പേരാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ദർ ഈസ് ടു ടൈപ്സ് ഓഫ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ്. Initially, we are going to derive or study about time-dependent Schrodinger's equation. So, in order to do that, we assume that a particle, for example, take an electron, which is moving in positive x direction. An electron is moving in positive x direction. അതായത് ഒരു പാർട്ടിക്കിളിനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കാം. Assume that it is moving in positive x direction. പക്ഷേ ലൂയിസ് ഡി ബ്രോഗ്ലി സെഡ്, പക്ഷേ ഒരു ഇലക്ട്രോൺ പോലുള്ള സൈസും മാസും വളരെ കുറവുള്ള പാർട്ടിക്കിളിനെ കുറിച്ച് ലൂയിസ് ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ് എന്താണ് പറഞ്ഞത്? ദാറ്റ് ഈസ് എ വേവ് ഓൾസോ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വേവും കൂടിയാണ്. ഇറ്റ് ഈസ് എ വേവ് ഓൾസോ, ഓർ ഇറ്റ് ഷോസ് എ വേവ് ബിഹേവിയർ, ഓർ വി ക്യാൻ സേ എ വേവ് ഈസ് അക്കംപൈൻഡ് ദിസ് വിത്ത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളാണ്, പക്ഷേ അതൊരു വേവും കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ വേവ് ഈസ് അക്കംപൈൻഡ് വിത്ത് ദിസ് ഇലക്ട്രോൺ ബിക്കോസ് ഇറ്റ്സ് മാസ് ആൻഡ് സൈസ് ഈസ് വെരി ലോ, according to de Broglie wave hypothesis. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can represent this electron as a wave. നമുക്ക് ഈ ഇലക്ട്രോണിനെ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? We can represent that particle as a wave. How do you represent a wave? നിങ്ങൾ എങ്ങനെ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യും? അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഉള്ള വേവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? യൂസിങ് general wave equation. What is the general solution of wave equation? Wave equation ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ അതാണ് പഠിച്ചത്. പക്ഷേ നിങ്ങൾ സീരിയസ് എക്സാമിന് അത് വരാത്തതുകൊണ്ട് നിങ്ങൾ പലരും വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ജനറൽ വേവ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ വാസ് psi of xt or some y of xt displacement equal to a e raised to I kx minus omega t, where k was the wave vector and omega was the angular frequency. ഇതിൽ നിന്നാണ് നമ്മൾ ഡി മൂവിസ് തിയറി ഒക്കെ യൂസ് ചെയ്തിട്ട് വി റെപ്രസെന്റ് psi of xt is equal to a sin kx minus omega t plus psi. ഇക്വേഷൻ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് പലർക്കും. ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. psi of xt is equal to a sin kx minus omega t എന്നത് ഈ ജനറൽ സൊല്യൂഷനിൽ നിന്ന് അതിൻ്റെ റിയൽ കേസ് എടുത്തതാണ്. Okay, so the general solution of wave equation, or a expression, mathematical function representing a wave which is traveling in positive x direction with wave vector k and omega and angular frequency omega, can be represented as this. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് വെക്ടർ കെ ഉള്ള ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഉള്ള ഒരു വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Using, this is the general solution, psi of xt is equal to ai kx minus omega t. നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെയാണ്. ഉദാഹരണത്തിന് ടേക്ക് ആൻ ഇലക്ട്രോൺ or a particle. According to de Broglie's hypothesis, this electron is a wave, or this particle is a wave. അതൊരു വേവും കൂടിയാണ്. സോ വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് പാർട്ടിക്കിൾ ആസ് എ വേവ്. എങ്ങനെയാണ് ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൗ ഡു വി റെപ്രസെന്റ് എ വേവ്? യൂസിങ് വേവ് ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ.
psi of xt is equal to a raised to I kx minus omega t. വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പം ഈ ഒരു സൈഡിൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. സോ ഡിസ്പ്ലേസ്മെന്റിന് പകരം വി ആർ നൗ പുട്ടിങ് ഹിയർ അസ്യൂമിങ് ദിസ് ഈസ് വേവ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? ഇതാണ് വേവ് ഫംഗ്ഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, now we get an expression for wave function of this particle. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ആഫ്റ്റർ ദാറ്റ് വേവ് വെക്ടർ എന്താണെന്ന് അറിയാം. കെ ഇസ് ദ വേവ് വെക്ടർ. അതെങ്ങനെ വേവ് ലെങ്ത്തിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. കെ ഈസ് ഈക്വൽ ടു 2π/λ. ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പലരും തെറ്റിച്ചിട്ടുണ്ട്. ലാംഡ എന്ന് പറയുന്നത് എന്താ? ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് വേവ്. ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് വേവ് വിച്ച് റെപ്രസെന്റ് ദിസ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുന്ന വേവിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. അതിന്റെ വേവ് വെക്ടർ ആണ് കെ. വാട്ട് ഇസ് ഒമേഗ? ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെയാണ് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് 2πμ. ഇതും അറിയണം. പ്രോബ്ലം നിങ്ങൾ ചെയ്താണ് കഴിഞ്ഞ മൊഡ്യൂളിന്റെ എക്സാമിനൊക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യൂസിങ് ദീസ് ആൻഡ് യൂസിങ് ടു അതർ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ 2 ഇമ്പോർട്ടൻറ്റ് തിയറീസും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡിറൈവ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഇത് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. ഇഫ് വി ഹാവ് എ പാർട്ടിക്കിൾ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു വേവ് ആണ്, അതൊരു വേവും കൂടിയാണ്. സോ അതിനെന്താ വേവ് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ബുദ്ധിമുട്ടാണ്, അറിയാം. ക്വാണ്ടം മെക്കാനിക്സ് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക. എങ്ങനെ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഇപ്പോൾ കോള് വിളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ പറഞ്ഞുതരാം. യുവർ ചോയ്സ്. ഓക്കെ, ആർക്കും സംശയമൊന്നും ഇല്ലെങ്കിൽ, സംശയമില്ല എന്ന് പറഞ്ഞാൽ സംശയമില്ലാത്തൊന്നും. ആരാ വിളിച്ചിനു? ഫർസാനെ വിളിച്ചിനു. ഇല്ലില്ല, ഫർസാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 4 absent. Who is 4? ആരായിരുന്നു 4? ആരായിരുന്നു 5 6 ആരാ? അശ്വന്ത് ആണോ? അശ്വന്ത് ക്ലാസ്സിലുണ്ടോ? സാറിന് 8 ആണ്. 6 ആഷിഖാണ്. ആരാ 6 ആരാ? ആഷിഖ്. ആഷിഖ് 7. 8. 9 10 absent. സാറ് 10 ഉണ്ട് സാറ്. 11 12, 13 14, 15, 16 18 19. 20, 21. 22, 23 24, 25. 26, 27, 28 absent. 28 ഉണ്ടോ? 28 ഉണ്ട്. 29. 29. 30 ഓക്കെ, ഭാഷയ്ക്ക് മാത്രമാണ് അബ്സെന്റ്. ഓക്കെ, താങ്ക് യു.